ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നു. വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ച ട്രംപ്. നാവിക ഉപരോധം പിൻവലിക്കും. അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നു. വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാവിക ഉപരോധം പിൻവലിച്ച് അമേരിക്ക ഹോർമുസ് കടലിടുക്ക് ടോൾ രഹിതമായി തുറക്കുന്നതിന് അംഗീകാരം നൽകി. ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കം ചെയ്യുന്നതിനും ട്രംപ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇറാൻ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ജൂൺ 19 വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് കരാറിൽ ഒപ്പിടുമെന്ന് ഇറാന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ വ്യക്തമാക്കി. ബെയ്റൂത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം പാടില്ലായിരുന്നു ഡൊണാൾഡ് ട്രംപ്. ലെബനോണിലേക്ക് ഇനി ഇസ്രായേൽ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തരുതെന്ന് ട്രംപ് പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രതികരണം. NDAയ്ക്കൊപ്പം ചേരുവാൻ തൃണമൂൽ കോൺഗ്രസ് വിമതപക്ഷം. നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുമെന്ന് സ്പീക്കറെ അറിയിച്ചു. NDAയ്ക്കൊപ്പം ചേരുവാൻ തൃണമൂൽ കോൺഗ്രസ് വിമതപക്ഷം നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുമെന്ന് TMC MP കാക്കോലി ഘോഷ് ദസ്തിദാർ പറഞ്ഞു. 20 MPമാരുടെ പിന്തുണയുണ്ടെന്ന് വിമതപക്ഷം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ അറിയിച്ചു. ആകെ സംഖ്യയുടെ 2 MPമാരുടെ പിന്തുണ ഉണ്ടെന്ന് വിമതപക്ഷം അവകാശപ്പെടുന്നു. പ്രത്യേകം ഇരിപ്പിടം വേണമെന്നും സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണക്കൊള്ള പരിശോധനകൾക്കായി SIT സംഘം സന്നിധാനത്ത്. പ്രഭാമണ്ഡലം ഇളക്കി പരിശോധിക്കും. ശബരിമല സ്വർണക്കൊള്ളയിൽ പരിശോധനകൾക്കായി SIT സംഘം സന്നിധാനത്ത്. നട തുറന്ന ശേഷം SIT സംഘത്തിന്റെ പരിശോധന തുടങ്ങും. മിഥുനമാസ പൂജകൾക്കായി അല്പസമയത്തിനകം നട തുറക്കും. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴത്തെ ഭാഗവും ഇളക്കി പരിശോധിക്കും. സാമ്പിൾ ശേഖരണം ഇന്നുണ്ടാകില്ല. ട്രെയിനിൽ തീപിടുത്തമെന്ന് അഭ്യൂഹം. ട്രാക്കിലേക്ക് ചാടി യാത്രക്കാർ. മധ്യപ്രദേശിൽ ട്രെയിൻ ഇടിച്ച് 4 മരണം. മധ്യപ്രദേശിലെ മൊറീനയിൽ ട്രെയിൻ ഇടിച്ച് 4 മരണം. 3 സ്ത്രീകളും 1 കുട്ടിയുമാണ് മരിച്ചത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഖജുരാഹോ ഉദയ്പൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ തീപിടിച്ചെന്ന അഭ്യൂഹത്തെ തുടർന്ന് ട്രാക്കിലേക്ക് ചാടിയവരാണ് മരിച്ചത്. ഫിറോസ്പൂർ സിയോണി പാതാൽകോട്ട് എക്സ്പ്രസ് ഇടിച്ചാണ് മരണം. നോർത്ത് സെൻട്രൽ റെയിൽവേയിലെ ഝാൻസി ഡിവിഷനിലെ ഹേതംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വൈകുന്നേരം 4:15 സംഭവം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. KSRTC ഓർഡിനറി ബസ്സുകളിലെ സൌജന്യ യാത്ര ഇന്നു മുതൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കായുള്ള സൌജന്യ യാത്ര ഇന്നു മുതൽ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഓർഡിനറി ബസ്സുകളെ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. മലപ്പുറം വണ്ടൂരിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. പിന്നിൽ CPIM എന്ന് ആരോപണം. മലപ്പുറം വണ്ടൂരിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. കാപ്പൽ സ്വദേശികളായ വിശാഖ്, ജിതിൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരുടെയും കൈക്കാണ് വെട്ടേറ്റത്. കാപ്പൽ ടൌണിൽ വെച്ചായിരുന്നു ആക്രമണം. ഇരുവരെയും വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. CPIM പ്രവർത്തകനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.